കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വളരെ അപ്രതീക്ഷിതമായിട്ട് കേട്ട ഒരു ന്യൂസാണ് നമ്മുടെ നിവിൻ പോളിയെക്കുറിച്ചുള്ളത്. നിവിൻ പോളിയും സംഘവും ഒക്കെ ദുബായിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ജോലി ചെയ്യാൻ പോയിട്ട് 3-4 മാസം ആയുള്ളൂ എന്നാണ് പറയുന്നത്. അതും അവർ ബേബി സിറ്റിങ്ങിലാണ് ജോലി ചെയ്തതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ബേബി സിറ്റി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ പിള്ളേരെ നോക്കുന്നതാണല്ലോ അവരുടെ ജോലി. അപ്പോൾ അവർ എന്തായാലും മലയാളികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അവർ അറിയിക്കാത്തത്? അവർ പറയുന്നു പെട്ടെന്ന് അവരുടെ ഒരു കസിൻ വന്ന് അവരെ പെട്ടെന്ന് കയറ്റിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ എവിടെയാണ്? ഇങ്ങോട്ട് പോരാൻ നേരം ഉള്ള മറ്റ് കാര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുത്തു? അതുപോലെ തന്നെ പെൺകുട്ടി പറയുന്നുണ്ട് 3 ലക്ഷം രൂപ യൂറോപ്പിൽ പോകാൻ വേണ്ടി ആർക്കാണ്ട് ഒരു ശ്രേയ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യൂറോപ്പിലേക്ക് പോകാൻ നേരം ഇവരുടെ ഹസ്ബൻഡ് സഹിതം ഇത് നല്ല ഏജൻസിയാണോ, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഈ 3 ലക്ഷം രൂപയ്ക്ക് ഒരു വിലയില്ല? ഇത് കൊടുക്കുമ്പോൾ നമുക്ക് രേഖ നമ്മൾ എഴുതി കൈപ്പറ്റണ്ടേ? അതിന് ഒരു യാതൊരു ഡോക്യുമെൻറ്റ്സോ റെസിപ്റ്റ്സോ ഒന്നുമില്ലേ? അപ്പോൾ ഇതൊക്കെ എന്തോ ഒരു ഗൂഢാലോചനയുടെ കളികളാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് നാട്ടിലെ അവരുടെ വീട്ടിൽ ക്യാമറ വെച്ചെന്ന്. ഈ ക്യാമറ വെക്കുമ്പോഴേക്കും അതിൻ്റെ നിയമവശങ്ങളോ അഥവാ ഇനിയിപ്പം രഹസ്യമായിട്ട് ഒളിച്ചു വെച്ച ക്യാമറയാണെങ്കിൽ തന്നെ അവിടെ പരിസരത്തെങ്ങും ആൾ താമസമോ ആരുമില്ലേ? അവിടെ ഒരു അനക്കം കേൾക്കുമ്പോൾ സാധാരണ രീതിയിൽ ആരെങ്കിലും അറിയാതിരിക്കുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്യാമറ വെച്ചതെന്നും പറഞ്ഞ് ഇവരെന്തുകൊണ്ടാണ് അതിനെതിരെ അത് മാത്രമായിട്ട് പോലീസിൽ കേസ് കൊടുക്കാത്തത്? ഇങ്ങനെ ഹസ്ബൻഡ് നാട്ടിലും മോനും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരില്ലാത്ത സമയം നോക്കി വീട്ടിനകത്ത് അതിക്രമിച്ച് കയറിയവർക്കെതിരെ എന്തുകൊണ്ടാണ് ഇവർ ഹസ്ബൻഡ് നിയമ നടപടിക്ക് പോകാത്തത്? ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നൂലാമാലകളുടെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ ആരൊക്കെയോ ഗൂഢാലോചന ചെയ്യുന്നു. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ സത്യം എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക.